ഇതൊക്കെ പൈസ കൊടുത്ത സാധനമാണ്. പിന്നെന്ത് പിന്നെ എത്ര റേറ്റ് ഉണ്ട്? ബഹളം ഉണ്ടാക്കല്ലേ നീ. നിന്നെ അടുത്ത വീഡിയോയിൽ ഇരുത്തൂല കേട്ടോ അങ്ങനെയാണെങ്കിൽ. ഓക്കെ എന്ത് ഹലോ ലെറ്റ്സ് ഡു എ ഫാമിലി സ്കിൻ കെയർ. ഉറങ്ങാൻ വിടൂല. അപ്പം നമുക്ക് അധികം വൈകാതെ തുടങ്ങാം. കുറേ ദിവസമായി ക്യാമറ മുമ്പിൽ ഇങ്ങനെ ഇരുന്നുണ്ട് കേട്ടോ. ഏത് സൈഡ് ക്യാമറ? കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അപ്പുറത്താണല്ലേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. റാസൽ ഖൈമയിൽ എല്ലായിടത്തും ഭയങ്കര മഴയാണ്. മഴ. ഇന്നാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ദിവസം. 1 മണിക്ക് ശേഷം ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അറ്റ് ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ്. ഇത് നൈറ്റ് സ്കിൻ കെയർ ആണ്. അറ്റ് ഫസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ്. ഞാൻ ഡെയിലി ചെയ്യാറുണ്ട്, ഇദ്ദേഹം ഡെയിലി ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ വരും. പണിക്ക് പോകുമ്പോഴാണ് സ്കിൻ കെയർ. പുറത്ത് പോകുന്ന ആളാണ് എന്തായാലും സ്കിൻ കെയർ ചെയ്യണം. മറ്റേതല്ലേ ചെറിയ സൺസ്ക്രീൻ. അത് ഞങ്ങളുടെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ മറ്റൊരു സാധനം. സൺസ്ക്രീൻ മോയ്സ്ചറൈസർ മാത്രം കറക്റ്റ് ഇടാറുണ്ട് ഒരാൾ. അതുകൊണ്ട് മുഖം കുറച്ച് തെളിച്ചമുണ്ട്. പിന്നെ പണ്ടേ നല്ലോണം വെളുത്തിട്ടുണ്ടായത്. സത്യമായിട്ട് എന്റെ പഴയ ഫോട്ടോ എടുത്ത് നമുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കറുത്തു. അതൊക്കെ ഫിൽറ്റർ, ഇതാണ് ഒറിജിനൽ. അയ്യാ മൂവാസിന്റെ അടുത്ത് ഞാൻ ഒന്നുകൂടെ കറുത്തിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ടോണർ വെച്ച് തുടങ്ങാം. ടോണർ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കോജിക് ആസിഡ് ടർമറിക് മെഡിക്യൂബ് ടോണർ. ഓക്കെ, ഒന്ന് ഞാൻ എടുക്കട്ടെ. ടോണർ കുപ്പിയിലല്ലേ ഉണ്ടാവല്? ഇതാണ് അതേരാണ് കേട്ടോ. കാണിച്ചതേ ഇല്ല. ഓക്കെ, ഇതിന് നമ്മൾ മെല്ലെ തുടയ്ക്കാം. ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നതാണ്, ബട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം അറ്റ് ലാസ്റ്റ്. തുടരല്ല പറഞ്ഞത്, ഇങ്ങനെ വൈപ്പ് ചെയ്യാം. എപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഫേസ് മാത്രമല്ല നെക്ക് ആൻഡ് ഹാൻഡ്. ഫേസ് വാഷ് ഞാൻ തന്നെ ഒന്നും നേരെ ചെയ്യൂല. ശരി, ചെയ്തോ നോക്കാം. ഉറങ്ങുന്നതിന് മുമ്പേ ഫേസ് വാഷ് ഉറക്കെല്ലാം പോകും. ഇതൊക്കെ ഇതാണ് ഇതിന്റെ പ്രശ്നം. പറഞ്ഞ എനിക്ക് കോജിക് ആസിഡ് എന്താണെന്നുള്ളത്. കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നൊക്കെ ഈവൻ ടോൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത്. ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഫേസ് നെക്കും കാണുന്നുണ്ടോ? ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാത്ത ആളുണ്ട്. നോക്കണം നമുക്ക്. കാണിച്ചതിന്റെ വാവ് ഗൈസ്, എന്റെ നല്ലോണം വൈറ്റ് ആയിരിക്കുന്നു. എന്റെ ഒന്നുമില്ല, ക്ലീൻ ആയിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ നീ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല? നേരെ എങ്ങനെ തുടച്ചു? നീ തുടച്ചോ? ഫേസ് വാഷ് ഇപ്പൊ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നത്. ഞാനാണെങ്കിൽ ഫേസ് വാഷ് 2 ദിവസമായി ചെയ്യാത്തത്. എനിക്ക് വന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, ചളിയൊന്നുമില്ല. ഇതൊന്ന് കട്ട് ചെയ്തേക്കല്ലേ? തുണി മാറ്റി ഇത് കണ്ടോ? തുണി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറ്റിച്ചത് കണ്ടോ? ഫേസ് വാഷ് ചെയ്യാത്ത ആളിതായിരിക്കുന്നു. ഫേസ് അല്ല ഫേസ് വാഷ് ചെയ്തിട്ടും ഇതിലുണ്ടാവും. അതാണ് ഈ ടോണർ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം. സി, അപ്പൊ ഇത് ഡെയിലി യൂസ് ചെയ്യരുത്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം നല്ല കണ്ടന്റ് കൂടിയതാണ്. ഓക്കെ, കുറച്ച് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, അടുത്ത് നമുക്ക് ഇറിറ്റേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സിറം ആണ്. കാമിങ് സിറം യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഈ സിറം. നല്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സ്കിന്ന് കാമായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കും. ഇറിറ്റേഷൻ വരൂല, റെഡ്നെസ് വരൂല. ഓക്കെ, നെക്സ്റ്റ് ഇത് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത്ര ആയിട്ടുണ്ട്, ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്, അത്രയും വൈറലായ ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മുടെ
പിമ്പിൾസ് വന്നു പോയ പാടുകളും സ്കിന്നിന് മൊത്തത്തിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്റെ പിമ്പിൾസ് നോക്ക്, ഞാൻ ഉപയോഗിക്കാത്ത ഞാൻ. വാവ്. എന്ത് ആ ചെയ്. ഈ പിമ്പിൾസിന്റെ പാടുകളൊക്കെ മാറ്റും, അടുത്ത ആഴ്ചത്തേക്ക് മാറ്റണേ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ടില്ലേ? ഇതൊന്നും അല്ല. അത് മുന്നേ ഇപ്പൊ ഒരാഴ്ച മുന്നേലേക്ക് 2 ആഴ്ച മുന്നേ പറഞ്ഞല്ലോ. അന്ന് എന്റെ സ്കിൻ നോക്കിയിട്ട് വലതൊക്കെ തേച്ച് കുറെ പിമ്പിൾസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2-3 വീക്സ് ആയിട്ട് സ്കിൻ കെയർ ചെയ്തില്ല കറക്റ്റ് ആയിട്ട്. അങ്ങനെ വന്നതാണ് ആ പിമ്പിൾസ്. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്താൽ ഇതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പുറത്ത് മാത്രം കുറച്ചുണ്ട്. അത് എപ്പോഴും ഉണ്ടാവും, എനിക്ക് വന്ന് പോകും. എനിക്ക് കിട്ടും. എന്റെ കൂടെ വന്നതിന് ശേഷം ഇത്രയെങ്കിലും കുറച്ച് വെട്ടം വെളിച്ചം വന്നത് മുഖത്ത്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഉണ്ടായിരുന്നു ഒന്നുമില്ല, സൺബേണും ടാൻ അടിച്ചത്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗോവയിൽ പോയിട്ട് ഹംപിയിൽ പോയിട്ടായത്. ഓട്ടനെ കമ്പിയുടെ കഥയും പറഞ്ഞു. ഹംപിയിൽ പോയത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അടുത്ത് നമുക്ക് ഐ ക്രീം ഇടാം. ഐ ക്രീം ഈസ് ഫ്രം മെഡിക്യൂബ്. ഐസ്ക്രീം അല്ല മോനെ, ഇത് കണ്ണിലിടുന്ന ഐസ്ക്രീം. വേറെ സംഭവമാണ്. ഐസ്ക്രീം അല്ല, ഐസ്ക്രീം. ഇവിടുത്തെ കഴിച്ചൊക്കെ ഉണ്ടായില്ല അത് സമയത്ത് എടുത്തിട്ട് ഇതൊക്കെ ഇട്ട് ഇനിയിപ്പോ കിടന്നുറങ്ങും. നാളെ എന്റെ വീണ്ടും വെയിലത്ത് പോകുമ്പോ നമ്മൾ കിടക്കും. മോയ്സ്ചറൈസർ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ഇടും. മോയ്സ്ചറൈസർ. അത് ജെല്ല് ഇതൊക്കെ ഇട്ട കുടുംബം വെളുത്തു പോകും ഗായ്സ്. നമ്മൾ വെളുത്തില്ലെങ്കിലും കുടുംബം വെളുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഡ്രൈ ചെയ്യാൻ വിടാം. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹൈഡ്രേഷൻ, എപ്പോഴും തരും ഹൈഡ്രേഷൻ. അത് ഐ ക്രീം. മാസ് നോക്ക്, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിച്ചോ? Okay, you can open your eyes. നിങ്ങളുടെ കയ്യിൽ അരമണിക്കൂർ ചെലവഴിക്കാണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടോ. At last, deconstructing lip balm. ഇതൊന്നും വേണ്ട. എനക്കൊണ്ട എന്റെ ഇടണ എന്റെ ചുണ്ടല്ലെങ്കിൽ നല്ല പാങ്ങുണ്ട്. അതൊക്കെ ഇട്ടുണ്ടാ എന്താ നോക്കി, എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും എത്ര ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടാലും ഇങ്ങനെ ഉണ്ടാവും. കളേഴ്സ് ഡിസ്കളറേഷൻ ഉണ്ടാവില്ല, അധികം ഉണ്ടാവില്ല. ഞാൻ ഒന്നും ഇടാത്ത എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇക്കാര്യം ലിപ്സ്റ്റിക് ഇടുന്നുണ്ടാ? അപ്പൊ എനിക്ക് വേണ്ട വേണ്ട വേണ്ട. വായിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇല്ല ഇല്ല, ഒന്നും പ്രശ്നമില്ല. ഇൻഗ്രീഡിയൻസ് ഉറങ്ങണ്ട രാത്രി ഇതൊക്കെ അകത്ത് പോകും. ഈ കഴിഞ്ഞിരിക്കുന്നു. മുഖം വെട്ടി ഒളിയുന്ന ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണ്ട്? ഒരു പ്രാവശ്യം. ടോണർ ഞാൻ ഉപയോഗിച്ച ടോണർ മാത്രം ആഴ്ചയിൽ ഒരുക്ക. ബാക്കിയെല്ലാം ഡെയിലിയോ? ബാക്കിയെല്ലാം ഡെയിലി ചെയ്യാം. നാച്ചുറലായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ വാഴ്ത്തി വെച്ചാൽ ഇതൊക്കെ ഇട്ടാലേ നമ്മൾക്ക് ഇക്കാലത്ത് നല്ല ഇതൊക്കെ ഇട്ടാൽ നമുക്കൊരു 40-50 ആകുമ്പോൾ സ്റ്റിൽ എങ്ങനെയായിട്ട് തോന്നിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. We can go to sleep. Have a good night. Have a good sleep. Good night പറയാമോ? Good night. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ, അപ്പോൾ അടുത്ത കണ്ടന്റ് നമ്മൾ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് കൊണ്ടുവരാം. അടുത്ത പുതിയ കണ്ടന്റായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും പ്ലീസ്. നമ്മൾ കുറച്ച് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചത്ത് കുത്തിയിരിക്കണം. ഓക്കെ, ബൈ ബൈ. അയ്യോ, അരച്ചു കൊടുക്കട്ടെ. അങ്ങനെ ആക്കിയേക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആക്കണം. മാസാക്ക് ഇങ്ങനെ ബൈ ബൈ പറ. ബൈ.